ഗുരുയാനത്തിലേക്ക് സ്നേഹവന്ദനം. ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥ എന്ന പുസ്തകത്തിൽ സത്യാന്വേഷിയായ ചെറുപ്പക്കാരന് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും കടന്നു പോകാനായിട്ട് താല്പര്യമുണ്ട്. ഇനി അയാൾക്ക് താല്പര്യം കച്ചവടത്തോടാണ്. കാമസ്വാമി എന്ന വർത്തകനോട് അയാൾ തൻ്റെ ആവശ്യം പറയുമ്പോൾ തെല്ല് പരിഹാസത്തോടുകൂടി ആ ചെറുപ്പക്കാരനെ അയാൾ നേരിടുന്ന ഇങ്ങനെയാണ്: അതിന് നിൻ്റെ കൈവശം എന്താണ് മൂലധനം? ചെറുപുഞ്ചിരിയോടെ ആത്മവിശ്വാസത്തോടെ സിദ്ധാർത്ഥ പറയുന്നുണ്ട്, ഉണ്ട്, ഒരു മൂലധനമുണ്ട്. എനിക്ക് നന്നായിട്ട് പട്ടിണി കിടക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും, കാത്തിരിക്കാൻ പറ്റും. ഐ ക്യാൻ ഫാസ്റ്റ്, ഐ ക്യാൻ പ്രേ, ഐ ക്യാൻ വെയിറ്റ്. ജീവിതത്തിൻ്റെ വലിയ മൂലധനങ്ങളിലൊന്നാണ് ഈ കാത്തിരിപ്പെന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ മറന്നു പോകുന്നു. കഷ്ടിച്ച് ഒരു 1.5 മിനിറ്റ് പോലും ദൈർഘ്യം വരാത്ത ഒരു ട്രാഫിക് സിഗ്നൽ, അതിനിടയിൽ ആ ചുവപ്പ് പച്ചയാകുന്നതിനിടയിൽ നമ്മൾ എന്തുമാത്രം ഡിസ്റ്റർബ്ഡ് ആകുന്നു. കാത്തിരിക്കാനായിട്ട് മമതയില്ലാത്ത, താല്പര്യമില്ലാത്തവരുടെ കാലം ആരംഭിച്ചിരിക്കുന്നതൊക്കെയാണ് പലപ്പോഴും തോന്നുന്നത്. കാത്തിരിപ്പ് സുവിശേഷത്തിൻ്റെ ഒരു ധർമ്മം കൂടിയാണ്. 3 തലങ്ങളിലായിട്ടാണ് സഞ്ചാരിയുടെ ആ ഒരു സാധന എന്ന് നമുക്കറിയാം. ഒന്നിങ്ങനെ ചോദിക്കുക, ആസ്കിങ് റൈറ്റ് ക്വസ്റ്റ്യൻസ്. ജീവിതവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുക. രണ്ടാമത്തെ ഒരു ഘട്ടം സീക്കുക, അന്വേഷിക്കുക, നിലനിൽക്കുന്നതിന് അന്വേഷിക്കുക. മൂന്നാമതായിട്ട് യേശു പറഞ്ഞു, മുട്ടുക, നോക്ക്. നമുക്കറിയാം, ലോകത്ത് എവിടെ ഒരാൾ ഒരു വാതിൽ മുട്ടിയാലും പിന്നെ ചെയ്യാവുന്ന ഒരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ: പുറത്ത് കാത്തു നിൽക്കുക. അകത്തുള്ള ആൾ മനസ്സലിവോടെ ബെനവളൻ്റായി വന്ന് ഈ വാതിൽ തുറക്കുവോളം പുറത്ത് നിൽക്കുകയല്ലാതെ ലോകത്തെങ്ങും നിങ്ങൾക്ക് മറ്റൊരു പോകാൻ വഴിയില്ല. അപ്പോൾ മൂന്നാമത്തെ ഘട്ടം അത് തന്നെയാണ്, നന്നായിട്ട് കാത്തിരിക്കുക. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ യേശു തൻ്റെ തന്നെ അധരങ്ങളിൽ നിന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ശിഷ്യരോട്, അറിവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് കേൾക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചവരോട് യേശു ഇങ്ങനെ പറഞ്ഞത്: അത്യുന്നതൻ്റെ ശക്തി ആവശ്യിക്കുന്നവരെ ജെറുസലേം വിട്ടു പോകരുത്. കാത്തിരിക്കാൻ പറയുക. അതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ കാത്തിരിക്കാനല്ല പറയുന്നത്, നോക്ക് ആൻഡ് വെയിറ്റ്. അതിനകത്ത് മനസ്സിലാക്കേണ്ട കുഞ്ഞു കാര്യം ഇതാണ്: അലസയുടെ ഒരു മറുവാക്കല്ല ഈ കാത്തിരിപ്പെന്ന് പറയുന്നത്. നിങ്ങൾ പുലർത്തുന്ന ജീവിതത്തോടുള്ള അലംഭാവമല്ല അത്. നല്ലതുപോലെ കർമ്മം ചെയ്തിട്ട്, നല്ലതുപോലെ ചില കാര്യങ്ങൾ ഏർപ്പെട്ടിട്ട്, നല്ലതുപോലെ ചില കാര്യങ്ങൾക്ക് പിന്നാലെ അലഞ്ഞ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കർമ്മം കണ്ടുപൂട്ടിയിരിക്കുക എന്നുള്ള ബുദ്ധ കഥകളിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്ന കണക്ക് പൂമ്പാറ്റയെ തേടിപ്പോകുന്ന ഒരാളെ കണക്കാണ്. പുലരി തൊട്ട് അന്തി വരെ ഇയാൾ ഈ പൂമ്പാറ്റയുടെ പിന്നാലെയാണ്. ചിലപ്പോൾ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ പിന്നെയും കളിപ്പിച്ചും കബളിപ്പിച്ചും ഒക്കെ അത് മുമ്പോട്ട് പോകുന്നു. ഒടുവിൽ തളർന്നീ കുട്ടി ഉറങ്ങുമ്പോഴാണ് ഇതേ പൂമ്പാറ്റ പറന്നു വന്ന് അവൻ്റെ മൂർധാവിൽ ചുംബിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു വിചാരം ഇതാണ്: എല്ലാ ഉറങ്ങുന്നവരുടെയും നെറ്റിത്തടങ്ങളിൽ ഈ പൂമ്പാറ്റ വരാറില്ല. തൻ്റെ പിന്നാലെ അലയാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരാളുടെ നെറ്റിത്തടങ്ങൾക്ക് മീതെ മാത്രമാണ് ഈ കൃപയുടെ സ്പർശം. അങ്ങനെ വരുമ്പോൾ കാത്തിരിപ്പെന്ന് പറയുന്നത് 2 കാര്യങ്ങളുടെ ഒരു സന്നിവേശമാണ്. ഒന്നൊരാൾ അനുഷ്ഠിക്കേണ്ട ആ കൃത്യമായ കർമ്മം, 2 ആ കർമ്മത്തിന് മീതെ ലഭിക്കുന്ന കൃപയുടെ ഒരു കയ്യൊപ്പ്. അങ്ങനെ വരുമ്പോൾ അപൂർവ സൗന്ദര്യമുള്ള, അപൂർവ ചാരുതയുള്ള ഒരു പദമായിട്ട് ഈ കാത്തിരിപ്പ് മാറുന്നു. ലോകമെങ്ങും മുഴങ്ങുന്ന ഒരു സാർവത്രികമായ ലിപിയാണ് ഈ കാത്തിരിപ്പിൻ്റേത്. എല്ലായിടത്തും അതിൻ്റെ അക്ഷരമാലകൾ ചിതറിക്കിടക്കുന്നു. എവിടെയാണ് അതിൻ്റെ അടയാളങ്ങളില്ലാത്തത്? എവിടെയാണ് അതിൻ്റെ രൂപങ്ങളില്ലാത്തത്? വെറുതെ ഒരു കടത്തുവഞ്ചി നോക്കുക, റെയിൽവേ സ്റ്റേഷൻ, ഒരരങ്ങിന് മുമ്പിലായിട്ട് കട്ടണുകിരുന്നും കാത്തിരിക്കുന്ന കാണികൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാർ. എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും ഭംഗിയായിട്ട് ഈ കാത്തിരിപ്പിൻ്റെ ഒരു ജീവിതക്രമം എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്കാണ്. നമ്മളിൽ പലരുടെയും ഉറ്റൊരു ദൂരം എവിടെയാണ്? അവരൊരു കത്തിന് വേണ്ടി, അവരൊരു ഫോൺ വിളിക്കൊക്കെ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന മനുഷ്യരാണ്. അത് നിത്യക്കാഴ്ചകളൊന്നല്ലേ? തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരോ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഈ നിത്യപ്രവാസിയായ മലയാളിയുടെ ജീവിതത്തിന് ഇത്രയും ഭംഗി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരാളില്ലെങ്കിലോ പിന്നെ ജീവിതം ഇങ്ങനെ നിശ്ചലമായുകയാണ്. പെട്ടെന്ന് ECG ലൈൻ നേർരേഖയിലായിട്ട് വരുന്ന കണക്കാണ്. നിമ്നോന്നതങ്ങളില്ലാതെ മരിച്ചു എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ഇത്തരം ചില കാത്തിരിപ്പാണ് ജീവിതത്തിൻ്റെ ആ ഒരു രേഖകളെ ഭംഗിയുള്ളതായിട്ട് നിശ്ചയിക്കുക. ഏതെങ്കിലും
ഒരു കഠിന നിമിഷത്തിൽ തന്നെയല്ല, താൻ അയക്കുന്ന ഡ്രാഫ്റ്റിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുക എന്നൊക്കെ ഒരാൾക്ക് തോന്നി തുടങ്ങിക്കഴിഞ്ഞെന്നാൽ ജീവിതം അത്ര ദുരന്തമായിട്ട് മാറും. ചിലപ്പോഴെങ്കിലും പുറത്തെവിടെയൊക്കെയോ ജോലി ചെയ്യുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന ദുരന്തം അതാ. സലിം അഹമ്മദിൻ്റെ ആ പത്തേമാരിയൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്ന ദുരന്തം അതിൻ്റേത്. ലോകമെമ്പാടും ഈ കാത്തിരിപ്പ് മനുഷ്യന് പ്രിയപ്പെട്ട വിഷയമാണ്. അത് കവിതയിലായാലും സംഗീതത്തിലായാലും നോവലിലായാലും ചലച്ചിത്രത്തിലായാലും പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ പറയാൻ ശ്രമിക്കുന്ന കാത്തിരിപ്പിൻ്റെ കഥയാണ്. നിശ്ചയമായിട്ടും അതിനകത്ത് പരാമർശിക്കപ്പെട്ടു പോകേണ്ട ഒന്ന് കോളറക്കാലത്തെ പ്രണയമെന്ന് പറയുന്ന ഗബ്രിയേൽ മാർക്വസിൻ്റെ ആ ഒരു വിശ്വപ്രസ്ഥമായ കൃതിയാണ്. തൻ്റെ ചെറിയ പ്രായത്തിലോ എപ്പോഴോ തനിക്ക് തോന്നിയ ഒരു കൗതുകത്തിൻ്റെ മീതെ ജീവിതകാലം മുഴുവൻ അടയിരിക്കാൻ മനസ്സാകുന്ന, അങ്ങനെ അടയിരുന്ന് വയോധികനാകുന്ന മനുഷ്യൻ്റെ കഥ. അങ്ങനെ ചങ്കിലിങ്ങനെ ആ ചൂണ്ടക്കുളുത്ത് വീഴ്ത്തുന്ന ഒരു കഥയാണ്. എല്ലായിടത്തും ഈ കാത്തിരിപ്പ് നമുക്ക് വല്ലാത്ത ഭാരം തരും. അൻഡാഹിൻ എന്ന പേരിൽ ഒരു ബംഗാളി സിനിമയുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം എൻലെസ് വെയിറ്റിംഗ് എന്ന. ഒരിക്കലും വരാത്തവർക്ക് വേണ്ടി കാത്തിരിക്കുക, ഒരിക്കലും സംഭവിക്കാത്തവർക്ക് വേണ്ടി കാത്തിരിക്കുക. ഇങ്ങനെ ഭ്രമവും കഥയും കളിയും ഒക്കെ കൂടി ചേർന്നിട്ട് വല്ലാതെ കുഴപ്പിക്കുന്നൊരു വാക്കാണ് ഈ കാത്തിരിപ്പ്. മനുഷ്യൻ മാത്രമല്ല, ജീവജാലങ്ങളും ഈ കാത്തിരിപ്പ് എന്ന ധർമ്മം ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. എൻ്റെ ആ ഒരു മുട്ടകൾക്ക് മീതെ അതിന് ജീവവായു കിട്ടാൻ വേണ്ടി ഒരു പുതപ്പ് കണക്ക് തന്നെ ഇങ്ങനെ നിന്നിട്ട് ഒടുവിൽ കുഞ്ഞുങ്ങൾ വിരിയുമ്പോഴേക്കും അത്രയും കാലം അങ്ങനെ നിന്നതുകൊണ്ട്, ഭക്ഷണമൊന്നുമില്ല എന്നതുകൊണ്ട് ഇതേ കുഞ്ഞുങ്ങളുടെ മീതയിലേക്ക് മരിച്ചു വീഴുന്ന ഒരു നീരാളി കാത്തിരിപ്പിൻ്റെ പ്രപഞ്ചം എഴുതിയ ഏറ്റവും നല്ല സൂചനകളൊന്നല്ലേ. രാജവെമ്പാലം എടുക്കുക, മുട്ടയിട്ടു കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിയുന്ന പിന്നെ തിരിഞ്ഞു നോക്കാതെ അതിങ്ങനെ ഇഴഞ്ഞു പോവുകയാണ്. കാരണം പാമ്പുകൾക്കൊരു കുഞ്ഞു പ്രശ്നമുണ്ട്, അതുങ്ങളുടെ കുഞ്ഞുങ്ങളെ തിന്നുക എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം പട്ടിണി കിടക്കുക, അബദ്ധത്തിലെങ്ങാനും തൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷിച്ചേക്കുമെന്നൊക്കെ ഓർത്തിട്ട് ഇതിങ്ങനെ ഇഴഞ്ഞു പോവുകയാണ്. എല്ലായിടത്തും ആ കാത്തിരിപ്പിൻ്റെ ഭംഗിയുള്ള രൂപങ്ങൾ ചിതറി വീണിരിക്കുക. ഇതിനിടയിൽ ഒരുപക്ഷെ ആ കാത്തിരിപ്പിൻ്റെ ധ്യാനം എന്ന് പറയുന്നൊരു കുഞ്ഞു കാര്യം കൂടി മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ നല്ലതാണ്. വേദപുസ്തകം അവസാനിക്കുന്നതൊക്കെ അതിനകത്താണ്. നമുക്കറിയാം, വേദപുസ്തകം അവസാനിക്കുന്ന ഇങ്ങനെയാണ്, ഒരു പ്രാർത്ഥനയോടുകൂടി, ഒരു നിലവിളിയോടുകൂടിയാണ്. മറാനാത്ത, എന്താ വാക്കിൻ്റെ അർത്ഥം? കം ഓ ലോർഡ് ജീസസ്, കർത്താവായ യേശുവേ നീ വേഗം വരണമേ. എല്ലായിടത്തു നിന്നും ആ വിളി മുഴങ്ങുന്നുണ്ട്. ചെറിയ അളവിലോ വലിയ അളവിലോ എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നിലവിളികളും, എല്ലാ അഭ്യർത്ഥനകളും ഒക്കെ അത് തന്നെയാണ്, നീ വേഗത്തിൽ വരണമേ. ഒരു കോഫി ഹൗസിലിരുന്നു കൊണ്ട് താൻ ആർക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്, അയാൾ എന്തുകൊണ്ട് വരാൻ വൈകുന്നൊക്കെ ഓർത്തോർത്ത് ഇങ്ങനെ കണ്ണാടിയിൽ അയാൾ ഭിത്തിയിലെ ഘടികാരത്തിൽ നോക്കി വിവശയാകുന്ന ആ ചെറിയ പെൺകുട്ടി തൊട്ട് നല്ലൊരു കാലം വരുമെന്നും കുറേ കൂടി സമതയുടെയും നീതിയുടെയും ഒക്കെ ലോകം വരുമെന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ പട്ടിണി കിടക്കുന്ന ലോകത്തെ മനുഷ്യസ്നേഹികളായ ആ പൗരാവകാശ പ്രവർത്തകർ വരെ എല്ലാവരും മന്ത്രിക്കുന്ന ഒരൊറ്റ വാക്ക് തന്നെയാണ്, കം ഓ ലോർഡ്, കർത്താവേ വരണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഭേദപ്പെട്ട ഇടങ്ങളിലേക്ക് ഞങ്ങളെ വീണ്ടെടുക്കാനായിട്ട് വരണമേ. അപ്പോൾ എല്ലായിടത്തും മുഴങ്ങുന്ന ഭംഗിയുള്ള ഒരു പ്രാർത്ഥനാ മന്ത്രത്തിൻ്റെ പേരാണ് കാത്തിരിപ്പ്. അല്ലെങ്കിൽ തന്നെ പ്രാർത്ഥന തന്നെ എന്താ? ആ കാത്തിരിപ്പ്. കാത്തിരിക്കുന്ന ഒരു കാരണം കൊണ്ട് പ്രാർത്ഥനകൾ നിഷേധിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ഡിലൈഡ് ഡസ് നോട്ട് ബി ഡിനൈഡ് എന്നൊക്കെ ഒരു കുഞ്ഞു പാഠങ്ങളൊക്കെ നമ്മൾ മതബോധ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? ഒരു കാര്യം വൈകുന്നത് കൊണ്ട് അത് നിഷേധിക്കപ്പെട്ടെന്ന് അർത്ഥമില്ല. കുറേ കൂടി ഭംഗിയായിട്ട് കുലീനമായിട്ടൊരു പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെന്നിരിക്കാം. അല്ലെങ്കിൽ ഇത് വളരെ ചെറിയ കാര്യമാണെന്ന മട്ടിൽ നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് കുറേ കൂടി വിവേകം കിട്ടുന്ന വിധത്തിൽ നിങ്ങളുടെ ജീവിതചക്രവാളം വിശാലമായിരിക്കാം. എവിടെയും ആ കാത്തിരിപ്പിന് ഭംഗിയുള്ള ധ്വനികളുണ്ട്. 3 കാര്യങ്ങളിലാണ് ജീവിതത്തിൻ്റെ ഭ്രമണമെന്ന വേദപുസ്തകം നമുക്ക് സാക്ഷ്യം തരുന്നുണ്ട്. പൗലോസ് നന്നായിട്ട് പറഞ്ഞു തരും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഒരു കർമ്മമെന്ന നിലയിൽ ഈ 3 കാര്യങ്ങളും ഇത്രയും ഭംഗിയായിട്ട് സമന്വയിക്കപ്പെട്ട മറ്റൊന്നുണ്ടാവില്ല. ഇത് 3 നിശ്ചയമായിട്ടും പുലർത്തുന്ന വാക്കാത്. കൊടിയ വേനലിൻ്റെ ഒരു കാലമാണ്. ആഫ്രിക്കയിൽ നിന്ന് കേൾക്കുന്ന ചില വർത്തമാനങ്ങൾ 1-2 മഴയേ കിട്ടത്തുള്ളൂ. നമ്മുടേത് കണക്ക് മഴയ്ക്ക് ശേഷം വിത്ത് വിതക്കുക എന്നുള്ള രീതിയല്ല അവരുടേത്. കാരണം ഉറപ്പില്ല അടുത്ത മഴയെക്കുറിച്ച്. അതുകൊണ്ട് മഴ വന്നേക്കുമെന്നൊക്കെ കരുതി ഏകദേശം അവർ കരുതുന്ന ഒരു കാലത്തിന് മുമ്പായിട്ട് അവർ വിത്ത് വിതയ്ക്കുക. സ്വാഭാവികമായിട്ട് മഴ പെയ്യണമെന്നില്ല.
ആ വിത്ത് പടുമുളയാവുന്നു. പിന്നെയും മാനത്തെന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ വിത്ത് വിതയ്ക്കുന്നു. വലിയ ശങ്കുവേദന തരുന്നൊരു കാര്യം കൂടിയാണ്. എല്ലാ കാത്തിരിപ്പുകളും ഇങ്ങനെ സഫലമാകുന്നുണ്ടോ? ആ പ്രശസ്തമായ ഈശ്വരവാര്യരുടെ പുസ്തകം അവസാനിക്കുന്ന കണക്ക് അച്ഛൻ കാത്തിരിക്കുക മകന് വേണ്ടി. പുറത്തെ മഴയിൽ നിന്ന് എപ്പോഴെങ്കിലും മകൻ കയറി വരുമെന്ന്. എന്നിട്ട് ആ പുസ്തകം അവസാനിക്കുന്ന ഇങ്ങനെയാണല്ലോ, മരിച്ചിട്ടും എൻ്റെ മകനെ നിങ്ങൾ എന്തിനാണ് മഴയത്ത് നിർത്തുന്നത്? അപ്പോൾ വിഫലമായ കാത്തിരിപ്പുകളുണ്ടായിട്ടും ഇപ്പോഴും ഫലപ്രദമായ വിശ്വാസം കൈമാറ്റത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ മറുപദമായിട്ട് അത് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റാതെ പോകുമ്പോൾ പിന്നെ ജീവിതമില്ല. ഡിക്കൻസിൻ്റെ ഒരു കഥയിൽ നമ്മൾ വായിച്ച് കേൾക്കുന്ന കണക്ക് അവളുടെ കല്യാണ ദിവസമാണ്, വീട് നിറയെ അതിഥികൾ, അതിനിടയിലൊരു കിനാവിൽ എന്ന കണക്ക് നമ്മളിങ്ങനെ ഒഴുകി നടക്കുക. പക്ഷെ പെട്ടെന്ന് ഒരു വിവരം വരികയാണ്, അയാൾ വരാൻ പോകുന്നില്ല. ഓരോരുത്തരായിട്ട് അവളുടെ സങ്കടങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് ഇങ്ങനെ പിൻവാങ്ങിയ അവസാനത്തെ അതിഥിയും പോയി കഴിയുമ്പോൾ മിസ് അവിഷാം എന്ന് പറയുന്ന ഈ ഇതിലെ കഥാപാത്രം അവൾ ഘടികാരത്തിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ സമയം 8:40. അവൾ അവിടെ ഘടികാരത്തെ നിലപ്പിക്കുക. പിന്നെ ഒരു ഉന്മാദിയെ കണക്ക് ഓടി നടന്ന എല്ലാ മുറികളിലെയും ഘടികാരങ്ങൾ നിലപ്പിക്കുക. സമയം 8:40 നിശ്ചലമാവുകയാണ്. എന്നിട്ട് വാതിലുകളൊക്കെ കൊട്ടിയടച്ചു, കട്ടണുകളൊക്കെ വലിച്ചിട്ടു. പിന്നീട് ആ സ്ത്രീ ഒരിക്കലും പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ കാലം കാത്തിരിക്കാൻ ഒന്നുമില്ലാത്തവരുടെ ജീവിതത്തിൽ ഇങ്ങനെ നിശ്ചലമാവുകയാണ്. ഒന്നും കാത്തിരിക്കാനില്ലാതെന്ന് പറയുന്നത് ഇതൊരു മൃതമായ അവസ്ഥയാണ്. കാത്തിരിക്കാൻ ആരോ ഉള്ളത് കൊണ്ടാണ് ജീവിതത്തിൽ ഇത്രയും ഭംഗി. ചിലപ്പോഴെങ്കിലും അന്തികളിൽ നിരത്തിൽ നിന്നുകൊണ്ട് വീടണയാനായിട്ട് പാടുപെടുന്ന മനുഷ്യരുടെ ആ ഒരു തിരക്കും തിക്കുമുട്ടുമൊക്കെ കാണുന്നത് കൗതുകരമുള്ള കാര്യമാണ്. എന്തോ ഒന്ന് കാത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് മനുഷ്യർ ഇത്രയും ബന്ധപ്പെട്ട് വീട്ടിലേക്ക് വളരെ വേഗത്തിൽ ഓടിയണയാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ബോർഡിങ്ങിൽ തന്നെ കഴിയും. നിങ്ങളുടെ പുരുഷന്മാർ ഒരുപക്ഷെ അവസാനത്തെ വണ്ടിക്ക് മാത്രം വീട്ടിലേക്ക് വണ്ടി കയറും. നിങ്ങളുടെ ആ സ്ത്രീകൾ പതുക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഓഫീസിൽ സ്കൂളിലൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ വൈകിച്ചെടുക്കും. വല്ലാത്ത ഒരു ഊർജ്ജം, വല്ലാത്തൊരു കാന്തികമായ പദത്തിൻ്റെ പേരാണ് കാത്തിരിപ്പ്. ആരോ കാത്തിരിക്കാനുള്ളത് കൊണ്ടാണ് ബഷീറിന് തടവറ വിട്ടിട്ട് പോകണ്ടെന്ന് പോലും തോന്നുന്നത്. അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാണ് ആ പുറത്തുള്ള ജീവിതം സ്വപ്നം കാണാത്തത്? പക്ഷേ താൻ ഈ തടവറ വിട്ട് പോയി കഴിഞ്ഞാൽ ആ മതിലിനപ്പുറമുള്ള തന്നെ കാത്തിരിക്കുന്ന ഒരാൾ തനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടമാകുമെന്ന് നോക്കുമ്പോൾ മോചനം കിട്ടുമ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്ത് മോചനം? ആർക്ക് വേണം മോചനം? ജീവിതത്തിൻ്റെ വല്ലാത്തൊരു വികാരത്തിൻ്റെ പേരാണ് കാത്തിരിപ്പ്. കുറേ വിമലീകരണങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചെറിയ പ്രായത്തിൽ കമലദാസിൻ്റെ ആ ഒരു കവിത വായിച്ചപ്പോൾ കിട്ടിയ ഒരു ജീവിതത്തിൻ്റെ ഒരു വീക്ഷണത്തിൽ സംഭവിച്ചൊരു ശുദ്ധീകരണം. നീണ്ട കാത്തിരിപ്പ് അവരുടെ പ്രണയത്തെ പിന്നെയും നിർമ്മലമാക്കി. കാൽപ്പനികമായ ആ യൗവനകാലത്തിൽ ഈ വരികൾ നൽകിയ ശുദ്ധീകരണം സങ്കല്പിക്കാവുന്നതിനേക്കാൾ കൂടുതലായിരുന്നു. കാത്തിരിപ്പൊരു സ്നാനഘട്ടോ. അതിനകത്തിങ്ങനെ മുങ്ങി വരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിന് കുറേ കൂടി വിമലീകരണം ഉണ്ടാകുന്നു, വിശുദ്ധീകരണം ഉണ്ടാകുന്നു. കുറേ അധികം കാര്യങ്ങൾക്ക് സ്വാഭാവികമായ പോംവഴികളുണ്ടാകുന്നു. കാലം വൈദ്യനാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ശരിയാണ്, ലോകത്തെ ഏറ്റവും വലിയ വൈദ്യൻ്റെ പേര് കാലമാണ്. കാലമാണ് എല്ലാത്തിനെയും സൗഖ്യപ്പെടുത്തുന്നത്. അപ്പോൾ കാലം എന്ന് പറയുന്ന വൈദ്യൻ ഇടപെടുന്നത് ആരുടെ ജീവിതത്തിലാണ്? ഈ കാത്തിരിക്കാനായിട്ട് മനസ്സുള്ളവരുടെ ജീവിതത്തിലാണ്. പല ആവർത്തി പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ്. എന്നാൽ ഈ ഒരു കോണ്ടസ്റ്റിൽ അത് ആവർത്തിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് ഞാൻ കരുതുന്നു. ആ ബുദ്ധനും ആനന്ദിനും ഇടയിൽ സംഭവിച്ച കാര്യം. രണ്ടുപേരും കൂടി ഇങ്ങനെ പുഴ മുറിച്ച് കിടക്കുകയാണ്. വനത്തിനുള്ളിൽ ചെല്ലുമ്പോൾ ബുദ്ധ പറഞ്ഞു, ആനന്ദ, എനിക്ക് ദാഹിക്കുന്നു. തെളിഞ്ഞ ജലം അവർ കണ്ടിട്ടുണ്ട്. ഇലക്കുമ്പിൾ കുത്തി നേരെ പുഴയോരത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് വെള്ളം എടുക്കാനായിട്ടായുമ്പോൾ അയാൾ ശ്രദ്ധിച്ചു, കുറേ അധികം കാളവണ്ടികൾ, വർത്തകരുടെ കാളവണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പുഴവെള്ളം ഓവെള്ളം കണക്ക് അലം കിടക്കുക. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, വെള്ളം എടുത്തില്ല. അപ്പോൾ ബുദ്ധ ആനന്ദനോട് പറയുന്നുണ്ട്, കലങ്ങിപ്പോയി വെള്ളം. അപ്പോൾ ബുദ്ധ ആനന്ദനോട് പറയുന്നത് ഇങ്ങനെയാണ്, ആനന്ദ, നിനക്ക് എന്താ ഇത്ര തിടുക്കം? ശാന്തമായിട്ടിരുന്നാൽ തെളിയാത്ത ഏതു ജലമുണ്ട്? അയാൾക്ക് ആ പാഠം ഭംഗിയായിട്ട് പിടുത്തം കിട്ടി. അയാളിങ്ങനെ പുഴയോരത്ത് കണ്ണുപൂട്ടിയിരിക്കുന്നു. ആദ്യം ഇലയടിയുന്നു, പിന്നെ ചേറടിയുന്നു,
പതുക്കെ പതുക്കെ ആദിശുദ്ധിയിൽ വെള്ളമൊഴുകി തുടങ്ങുന്നു. ലക്കുമ്പിളിൽ ഈ പുണ്യജലം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ബുദ്ധയോട് ആനന്ദ പറയുന്നുണ്ട്, ഈ ഒരു പാഠത്തിന് നന്ദി. ശാന്തമായിട്ട് കാത്തിരുന്നാൽ തെളിയാത്ത ഒരു പുഴയില്ല. എല്ലാം കലങ്ങി തെളിയാനായിട്ട് കുറേ കൂടി നേരം കൊടുക്കുക. കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, പങ്കാളിയുടെ വിശ്വസ്തയെക്കുറിച്ച് സംശയം വരുമ്പോൾ, മേലധികാരിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കുറച്ച് സ്കെപ്റ്റിക്കലാകുമ്പോൾ പെട്ടെന്നുള്ള ആ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, കാത്തിരിക്കുക. പത്രോസിൻ്റെ ലേഖനത്തിൽ വായിച്ച് കേൾക്കുന്ന കണക്ക് കർത്താവിൻ്റെ ഭുജങ്ങൾക്ക് താഴെ നിൽക്കാൻ പഠിക്കുക. എല്ലാത്തിനെയും നേരെയാക്കുന്ന, എല്ലാത്തിനകത്തുനിന്ന് നന്മ രൂപപ്പെടുത്തുന്ന, എല്ലാം നന്മയായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു കരത്തിന് താഴെയായിട്ട് ഒന്ന് കണ്ണുപൂട്ടിയിരിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാത്തിരിപ്പിൻ്റെ വലിയ പുസ്തകമാണ് ഈ ബൈബിൾ എന്നൊക്കെ പറയുന്നത്. ബൈബിൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഇതിഹാസ ഗ്രന്ഥങ്ങളും വലിയ കാത്തിരിപ്പിൻ്റെ കഥകളാണ്. വിശേഷിച്ചും യഹൂദ സമുദായം എന്നൊക്കെ പറയുന്നത് ആ കാത്തിരിപ്പിൻ്റെ ഒരു ജനത തന്നെ. വളരെ നെഗറ്റീവായിട്ട് പോലും അതിനകത്ത് ചില വീക്ഷണങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി ചിലർ വായിച്ചെടുക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ ഇങ്ങനെ കുതറാതെ ഈ മനുഷ്യർ ചെന്നതും, അറവ് ശാലയിലേക്ക് പോകുന്ന മാടുകളെ കണക്ക് ഇങ്ങനെ തീരെ കുതറാതെ പോയതും പ്രതിരോധിക്കാതിരുന്നതിനുമൊക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം അവരുടെ രക്തത്തിലുണ്ടായിരുന്ന ഈ കാത്തിരിപ്പിൻ്റെ ജീനുകളാണെന്നാണ് പറയുക. സ്വാഭാവികമായിട്ട് ആ കാത്തിരിപ്പിൻ്റെ ജനിതകത്തിൽപ്പെട്ടവർക്ക് ഒന്നിനോടും കലഹിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഗുണപരമാണോ ഋണപരമാണോ എന്നുള്ളതൊക്കെ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെ. പക്ഷേ വലിയ കാത്തിരിപ്പിൻ്റെ ആ ഒരു കൾച്ചറിൽ നിന്നാണ് യേശുവിനും പൊടിപ്പുണ്ടാവുക. സംവത്സരങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഒരു വാക്കാണല്ലോ യേശു എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലുടനീളം ഈ കാത്തിരിപ്പിൻ്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അവിടുന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. 10 കന്യകമാരുടെ കഥയൊക്കെ ഇങ്ങനെ കാത്തിരിപ്പിൻ്റെ തന്നെ കഥയാണ്. അത് ഇടയ്ക്ക് വെച്ച് എവിടെയോ വെച്ച് ഈ കാത്തിരിപ്പിൽ മടുപ്പ് വരുന്ന മനുഷ്യരുണ്ട്. അവരെ വിളിക്കേണ്ട വാക്കാണ് വിവേകമില്ലാത്ത കന്യകമാർ. ഉറങ്ങിപ്പോയെന്നുള്ളതല്ല, ഉള്ളിലെ വിളക്കിൽ ഇങ്ങനെ എണ്ണയില്ലാതെ പോകുന്നു. തടവറയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന വളരെ ഭയപ്പെടുത്തുന്നൊരു ഫലിതമുണ്ട്. മിക്കവാറും ഈ തടവറ തടവറയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നവർ അവരുടെ ശിക്ഷാവിധി തീരുന്ന ദിവസങ്ങളുടെയൊക്കെ തൊട്ട് മുമ്പോ തലേന്നൊക്കെയാണെന്ന് പറയുക. ഇപ്പോൾ എളുപ്പമല്ല ചില കാര്യങ്ങളോട് ഇങ്ങനെ അവസാനത്തോളം ശുഭാപ്തി വിശ്വാസം പുലർത്തുക. അപ്പം ഇങ്ങനെ കുറേ കാത്തിരിപ്പിൻ്റെ കഥകളും പാഠങ്ങളും ഒക്കെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വലിയ കാത്തിരിപ്പിൻ്റെ കഥ പറയുന്ന ആ ധൂർത്തൻ്റെ കഥ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് പറയുന്ന കണക്ക് ധൂർത്തനായ മകൻ്റെ കഥയല്ല, മറിച്ച് ധൂർത്തനായ അപ്പൻ്റെ കഥയാണ്. അങ്ങനെ സ്നേഹം കൊണ്ട് ധൂർത്തടിക്കുന്നൊരു മനുഷ്യൻ. എന്തൊരു കാത്തിരിപ്പാണ്. അയാളിങ്ങനെ കൊഴുത്ത കാളക്കുട്ടിയെ കൊഴുത്ത കാളക്കുട്ടിയല്ല, കൊഴുപ്പിച്ച കാളക്കുട്ടി എന്നുള്ളതാണ് കൃത്യമായ ട്രാൻസ്ലേഷൻ. മകനൊരാൾ വരുമെന്നൊക്കെ ഓർത്തിട്ട് കൂട്ടത്തിൽ ഒന്നിനെ അയാളിങ്ങനെ നിർത്തിയിരിക്കുക. അല്ലാതെ മകനെ കണ്ടപ്പോൾ ഇങ്ങനെ തൻ്റെ ആ കൂട്ടത്തിൽ നിന്ന് മേധസ്സുള്ള ഒന്നിനെ നോക്കി കൊന്നുള്ളതല്ല. മകനൊരാൾ വരുമെന്നോർത്തിട്ട് ഒരു കാളക്കുട്ടിയെ ഇങ്ങനെ ഭംഗിയായിട്ട് പോഷിപ്പിച്ച് നിർത്തിയിരിക്കുക. ഇതൊക്കെ എന്തൊരു കാത്തിരിപ്പിൻ്റെ സൂചനയാണ്. ഇറങ്ങിപ്പോയവരൊക്കെ മടങ്ങി വരുമെന്നൊക്കെ ഓർത്ത് മനുഷ്യർ നിൽക്കുന്ന ഇടങ്ങളിൽ എന്നെങ്കിലും ഒരിക്കലും മനുഷ്യന് തിരിച്ചു വന്നേ പറ്റൂ. അങ്ങനെ ദൈവത്തെപ്പോലെ ഇങ്ങനെ കാത്തിരിക്കുന്നവനൊക്കെ ആയിട്ട് അവതരിപ്പിച്ച ആ വലിയ കാത്തിരിപ്പിൻ്റെ പ്രവാചകൻ എന്ന നിലയിലും നമുക്ക് യേശുവിനെ വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. സച്ചിദാനന്ദൻ്റെ വേനൽമഴ എന്ന കവിതയിൽ ഒരു വരി ഓർമ്മിച്ച് ഈ ഒരു വിചാരം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. നിരത്തിൽ എൻ്റെ ആശയം ഇങ്ങനെയാണ്: വാഹനങ്ങൾ നിലക്കുന്നില്ല, ഒന്നിന് പിന്നാലെ ഒന്നായിട്ടൊരു 8 വരി പാത കണക്ക് ഒരു മുടന്തനായ ഒരാൾ കാത്തു നിൽക്കുക. അയാൾ വിചാരിക്കുന്ന ഇതാണ്, തൻ്റേതായൊരു നിമിഷം വരും. അതുപോലെ ആരോ ഒരാൾ കാത്തു നിൽക്കുക. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു നിഴൽ ഈ കവിതയ്ക്കകത്തുണ്ട്. തൻ്റേതായൊരു നിമിഷം വരുമെന്നോർത്ത് നിരത്തിൽ കുറുകെ കടക്കാനായിട്ട് കാത്തു നിൽക്കുന്ന മുടന്തനായ മനുഷ്യരെ കണക്ക് നമ്മൾ. എല്ലാവർക്കും ഒരു നിമിഷം വരും. സ്നേഹത്തിൻ്റെയും ശുഭകരമായ ദിനങ്ങളുടെയും അഗാധമായ പ്രണയത്തിൻ്റെയും ഒക്കെ ദിവസങ്ങൾ, ആഴമുള്ള ഈശ്വരാനുഭവത്തിൻ്റെ ദിവസങ്ങൾ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരുവൻ അവൻ്റെ ഉണ്മയെ കുറേ കൂടി അഗാധമാക്കുന്ന ഒരു ദിവസം. അതുവരെ ആ കാത്തിരിക്കുക മാത്രമേ തരമുള്ളൂ.
പെന്തക്കോസ്ത ദിവസങ്ങൾ വൈകാതെ വരുന്നുണ്ട്. ഓർക്കണം, ഈ പെന്തക്കോസ്ത തിരുനാളിന് നമ്മുടെ തന്നെ ഇടയിലുള്ള ഓർത്തഡോക്സ് സമൂഹങ്ങൾ വിളിക്കുന്ന പേരെന്താണ്? കാത്തിരിപ്പ് തിരുനാൾ. അതെ, കാത്തിരിപ്പിൻ്റെ ആഘോഷമാവട്ടെ എല്ലാം.